മൂന്നാമത്തെ ടേക്ക്. ഇത് തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ മാജിക് ഓഫ് മെറീൻ ഞാൻ പേരാൻ കാരണം ക്രാഫ്റ്റിംഗ് ആൻഡ് ഡ്രോയിങ്ങിൻ്റെ വീഡിയോസ് ആയിരിക്കും ഇനിയും തൊട്ട് എൻ്റെ ചാനലിനകത്തിടാൻ പോണേ. അതൊക്കെ ഞാൻ പറഞ്ഞ് ലാഗ് അടിപ്പിക്കത്തില്ല. നമുക്ക് ഇത്ര നാളും ചെയ്ത് കുറേ ക്രാഫ്റ്റിംഗ് ഉണ്ട്, അതൊക്കെ നമുക്ക് അങ്ങോട്ടൊന്ന് കാണാം. ബാക്കിയുള്ള ക്രാഫ്റ്റിംഗ് പതിയൊക്കെ വരത്തുള്ളൂ. കാരണം ഞാൻ അധികം വീഡിയോസ് ഇടുന്ന ഒട്ടും തന്നെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒടുക്കത്തെ മടിച്ചാണ്, അതുകൊണ്ട് അധികം വീഡിയോസൊന്നും കാണില്ല. എനിക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും ഞാൻ സ്കൂൾ തുറക്കണം വരെ തട്ടിക്കൂട്ടി കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. എൻ്റെ ക്രാഫ്റ്റിംഗ് കാണാം. ഓക്കെ, യെസ് ഗൈസ്, ഇതാണ് എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ. മൈൻക്രാഫ്റ്റിലൊക്കെ കൂട്ടി തന്നെ എനിക്കൊരു ക്രാഫ്റ്റിംഗ് ആൻഡ് ഡ്രോയിങ് ടേബിൾ. ഇതിനകത്തിൽ ഞാൻ ഇന്ന് ചെയ്തൊരു ആർട്ടാണ് ഈ ഒരു അസ്തരിക്കിൻ്റെ ഈ ഒരു ബോട്ടിൽ. അസ്തരിക്കിൻ്റെ ഈ വണ്ടി കാശത്ത് എഴുതിയിട്ടുണ്ട്. വലിയ മെച്ചമൊന്നുമില്ല. ആ ഒരു അസ്തരിക്കുന്ന എഴുതിയത് മാത്രമുണ്ട് കാണാൻ കൊള്ളാവുന്നത്. പിന്നുള്ളത് മുഴുവൻ എൻ്റെ ഈ ഒരു ഇങ്ങനെ കുറേ പൂക്കളും ഒരു വല്ലാത്തൊരു കളറും. ക്യാപ്പ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വിവരം എനിക്കില്ലായിരുന്നു. അതിന് മുമ്പേ ഞാൻ ആ കളറെല്ലാം കൂടി കഴുകിക്കളഞ്ഞു. എൻ്റെ കയ്യിൽ ആ കളറില്ല താനും. ഞാനത് ഉണ്ടാക്കിയെടുത്ത കളറാണ്, അതുകൊണ്ട് എനിക്ക് ബാക്കി വരയ്ക്കാൻ പറ്റിയില്ല. ഇത് എൻ്റെ ഒരു സൈൻ ബോർഡ് പോലെ എൻ്റെ സെക്കൻഡ് ക്യാൻവാസ് ആർട്ടാണ്. ഗ്രോ നേച്ചർ ആൻഡ് തിങ്ക് മെച്യൂർ എന്ന് പറയുന്നൊരു ഗ്രോ നേച്ചർ ആൻഡ് തിങ്ക് മെച്യൂർ എന്ന് പറയുന്നൊരു സൈൻ ബോർഡാണ്. ആരും കാണത്തൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ വരുന്നവരൊക്കെ ഞാൻ വിളിച്ച് കാണിക്കാറുണ്ട്. പിന്നെ ഇത് എൻ്റെ ഫസ്റ്റ് ക്യാൻവാസ് ആർട്ട് എവറാണ്. ഇതിനകത്തിൽ ഒരു മൂണുണ്ട്. അത് മൂണാണ് കണ്ടാലും പറയത്തൊന്നുമില്ല, എന്നാലും ഞാൻ പറയുക അത് മൂണാണ്. ദാറ്റ് ഈസ് എ മൂൺ. പിന്നെ ഇതൊരു സോളാർ സിസ്റ്റം പോയൊരു സംഭവം. സ്പേസാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറേ സ്റ്റാർസ് ഉണ്ട്, ഒരു മൂണുണ്ട്, പിന്നെ താഴെയുണ്ട് മൈനും ഇട്ടിട്ടിരിക്കുന്നൊരു ഒപ്പുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് എവർ ക്യാൻവാസ് ആർട്ട്. ഇതൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു പോസ്റ്റർ, മിനി പോസ്റ്റർ പോലെ ലവ് ചിലത് വിലക്കകത്ത് കുടുങ്ങി കിടക്കുന്നൊരു ഇത് ഞാൻ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ദേവു, ലവ്, അമ്മ, അപ്പ. എനിക്ക് ബാക്കി ഒരു എയും കൂടി ഉണ്ട്. അമ്മയുണ്ട്, അപ്പയുണ്ട്. അതിനുള്ള എനിക്ക് വരയ്ക്കാൻ വയ്യ, മടിയാണ്. അതുകൊണ്ടാണ് ഞാനിത് വരയ്ക്കാതിരിക്കുന്നത്. ആൻഡ് ഇതിനൊക്കെ ഇങ്ങോട്ടും മാറ്റിയിടാം. നമുക്ക് കാണത്തല്ല എടുക്കുന്നത്. ഇന്ന് വലിയ വീഡിയോസാണ്. ഞാൻ തിരിച്ച് വന്നു എന്നുള്ളൊരു വിവരണവുമായിട്ടാണ് ഞാൻ തിരിച്ച് വന്നത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത്, അതുകൊണ്ട് വലിയ വീഡിയോസൊന്നും ഇടുന്നില്ല. ഞാൻ തിരിച്ച് വന്നിരിക്കുന്നത് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം. തിരിച്ച് വരുമ്പോൾ ഇതൊക്കെ നമുക്കിതൊന്ന് വൃത്തിയാക്കാം. നമുക്കിത് വൃത്തിയാക്കിയിട്ട് വരാം. ഓക്കെ, ഇതുണ്ടല്ലേ, ഇതാണ് ഞാനിപ്പം ആ ഒരു അസ്തരിക്ക് എഴുതാൻ വേണ്ടി മാത്രം സെറ്റാക്കിയതാണ്. കൊണ്ടേ കഴുകാം. എൻ്റെ കൈ ഫുള്ളും വൈറ്റ് പെയിൻറ്റ്. ഇവിടെ ഒരു വൈറ്റ് പെയിൻ്റ്. ഇവിടെയൊക്കെ വൈറ്റ് പെയിൻ്റ് ആയിട്ടുണ്ട്. വെറുതെ ഒരു രസം. നമുക്ക് വൃത്തിയാക്കാം. ഇതെല്ലാം കഴുകി ഈ കറിയൊന്നും പോത്തില്ല. ഇത് അവിടെ പെർമനൻ്റ് ആയിട്ടിരിക്കുന്നൊരു സംഭവമാണ്. ബ്രഷൊക്കെ ഞാൻ കഴുകിയെടുത്തു. അത് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൊണ്ടുവരും. അത് നമുക്കതിനകത്ത് വെക്കാം. കട്ടറൊക്കെ അതിനകത്ത് വെക്കാം. ഇതിനൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ബുക്കൊക്കെ നമുക്ക് അതിൻ്റെ സ്ഥലത്തോട്ടെടുത്ത് വെക്കാം. നമ്മുടെ ഇത് മിക്സിംഗ് ബാലറ്റ് മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ഇതാണ് എൻ്റെ മുറി. പിന്നെ ഞാൻ ഒരാവശ്യം ഇല്ലെങ്കിലും വെറുതെ ഒരു ബോക്സ് ഞാൻ പെയിൻറ്റ് ചെയ്തു. സീ ഷോർ എന്നാണ് ഞാനത് എഴുതിയിരിക്കുന്നത്. എച്ച് കാണാൻ പോലും ഇല്ല. സംഭവം ഇതിൻ്റെ ഇവിടെയൊക്കെ പൊള്ളയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. തുറന്നു കഴിഞ്ഞാൽ സി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത്, നിങ്ങൾക്കാർക്ക് ഓർമ്മ വരുന്നുണ്ട്, ചിലർക്കൊക്കെ ഓർമ്മ വരുന്നത് ഷെല്ലാണ്. അപ്പം പിന്നെ അത് കുറേ ഷെല്ലുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ കളക്ട് ചെയ്യുന്ന ഷെല്ലുകളാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കന്യാകുമാരി പോയിരുന്നു. അവിടുന്ന് വർക്കിയ ഷെൽ. ഇവിടെ നമ്മുടെ നെസുക്കച്ചാൻ ഇരിപ്പുണ്ട്. ഇവളുടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, ടാഞ്ചറ. അവൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഗൈസ്. ബട്ട് എങ്ങനെ പറയാൻ ഗൈസ്, എൻ്റെ ഒരു ബെസ്റ്റിക്ക് അടുത്ത് കൊടുത്തു. അമ്മയ്ക്ക് അറിയത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ബെസ്റ്റിക്ക് അടുത്ത് കൊടുത്തു പോയി. കൊടുത്തു പോയി ഗൈസ്, നോട്ട് മൈ ഫോൾട്ട്. എൻ്റെ കണ്ണടി കൊണ്ട് വളരെ ക്യൂട്ടല്ലേ, ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ചെയ്യാൻ ആരും ഇല്ല, ബട്ട് സ്റ്റിൽ കമൻറ്റ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് എന്നെപ്പറ്റി, എൻ്റെ തിരിച്ചറിവിനെ പറ്റിയും എൻ്റെ കണ്ണാടിയെ പറ്റിയും
എൻ്റെ ആ ആർട്ടിനെ പറ്റിയുമൊക്കെ ഉള്ള ആ ഒരു നിങ്ങളുടെ ആ ഒരു എന്താ ആ ഒരു ഫീലിംഗ് നിങ്ങൾ കമൻറ്റിൽ കൂടി പ്രകടിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ഗൈസ്, ബൈ, ലവ് യു. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ബിക്കോസ് എനിക്ക് ഒട്ടും തന്നെ സബ്സ്ക്രൈബേഴ്സും ഇല്ല, വ്യൂസും ഇല്ല, ലൈക്സും ഇല്ല. ഇതൊക്കെ എൻ്റെ ഉള്ള 12 സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കസിൻസാണ്. കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണം പ്ലീസ്. എനിവേയ്സ്, ബൈ ഗൈസ്.